കാട്ടുപുൽത്തണ്ടിലത്ഭുതോദാരമം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകുന്നു. താവകോജ്വല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം. ഗാനലോലനായെന്നു അന്തിയിൽ ഈ വഴിക്കു നീ പോകുന്ന വേളയിൽ, ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ ലീനയായി സ്വയം സർവവും വിസ്മരിച്ചാനദാസ്യയായി നിന്നു പോകുന്നു ഞാൻ. കാൺമതില്ല ഞാനൊന്നും അമേയമാം ആത്മവിസ്മൃതി പുൽകുമാവേളയിൽ. അങ്ങു ദൂരെ നിൻ ദിവ്യഗാനാമൃത അന്തിവാനിലലിഞ്ഞു ചേർന്നിടവേ, എന്തിനോ ഹാ പ്രദക്ഷിണം വെക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. കാട്ടുപുൽത്തണ്ടിലത്ഭുതോദാരമം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകണേ. തികഞ്ഞ ഗാന്ധിയനായ മലയാള സാഹിത്യകാരനാണ് ജി കുമാരപിള്ള. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം എന്നിവ ലഭിച്ച അദ്ദേഹം ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലളിതമായ ഒരു കവിതയാണ് ജീവനുള്ള പാട്ട്. ഓടക്കുഴലിൽ മനോഹരമായ ഗാനം പുറപ്പെടുവിക്കുന്ന ഗന്ധർവ ബാലൻ്റെ ഗാനത്തിൽ മതിമറന്നിരിക്കുന്ന പെൺകുട്ടി ഗന്ധർവനെ ഒരു നിമിഷം കാണാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് പാഠഭാഗം. അവൻ്റെ മുഖം ഒരു നോക്ക് കാണാനാണ് ജനാലക്കരികിൽ പാട്ടുപാടാതെ ഒരു നിമിഷം മൗനമായി വന്നു നിന്നിട്ട് പോകൂവെന്ന് അവൾ യാചിക്കുന്നത്. വെറും ഒരു കാട്ടുപുൽത്തണ്ടിൽ നിന്നാണ് അത്ഭുതകരവും ശ്രേഷ്ഠവുമായ പാട്ട് ഗന്ധർവ ബാലകൻ സൃഷ്ടിക്കുന്നത്. ഒടുവിൽ ഗായകൻ അപ്രസക്തനായും ഗാനം മാത്രം നിലനിൽക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും.